ഇന്നത്തെ ലൈവില് വൻ അടിയാണ്. വൻ അടി ഇൻ ദ സെൻസിലേക്ക് എനിക്ക് ഇവിടെ പറയാനുള്ളത്, അത് ഈ ബിഗ് ബോസുകാർ തന്നെ വളം വെച്ച് കൊടുത്ത ഒരു അൺനെസസറി ഫ്രീഡമാണ് ജാസ്മിൻ്റെ അവിടുത്തെ ഒരു ബിഹേവിയർ. വേറൊന്നും കൊണ്ടല്ല. അവിടെ കിച്ചണിൽ അർജുനും ശ്രീതും ഫുഡ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് ചൂടാക്കി വെച്ചു. അപ്പോൾ ജിൻഡോ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ജാസ്മിൻ വന്ന് നോക്കിക്കുമ്പോൾ ഫുഡ് ചൂടായിട്ടില്ല. മേ ബി അതെനിക്കും ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് അവലിനൊക്കെ വെച്ച് കഴിയുമ്പം പാത്രം ചൂടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറി ചൂടായിട്ടുണ്ടാവില്ല. മേ ബി അവരുടെ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കും അവരതെടുത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ജാസ്മിൻ അപ്ലേക്കും വന്നിട്ട് ജിൻഡോൻ്റെ അടുത്ത് ഭയങ്കര റൂഡായിട്ട് ഏടോ പോടോ താൻ പിന്നെ എന്തിനാടോ നിൽക്കണത് ആ ഒരു രീതിയിൽ റെസ്പെക്റ്റ് ഇല്ലായ്മ എന്ന് തന്നെ ഞാൻ പറയും. കാരണം ജാസ്മിൻ അവിടെ പറയുന്നുണ്ട് ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോ എന്നുള്ളത്. ആക്ച്വലി ജാസ്മിൻ ആണ് അവിടെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മര്യാദ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ ആദ്യം മര്യാദ കാണിക്കുക, തിരിച്ചിങ്ങോട്ട് മര്യാദ ഇല്ലാത്ത രീതിയിലുള്ള സംസാരമാണ് പറയുന്നുണ്ടെങ്കിൽ അത് അപ്പം നോക്കാം. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ്റെ ആ ഒരു സംസാരം ജിൻഡോടുള്ള ഒരു അപ്രോച്ച്, ഒരു പുച്ഛഭാവവും താനൊക്കെ പിന്നെ എന്ത് തേങ്ങയാടോ ഞാൻ പിന്നെ എന്തിനാടോ. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാനിവിടെ ചൂടാക്കണ കണ്ടായിരുന്നു, പിന്നെ അർജുനെ വിളിച്ചുകൊണ്ടൊന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുന്നത്. അത് എനിക്ക് ഫീൽ ചെയ്ത റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയും ജാസ്മിനായിട്ടുള്ള ഫൈറ്റ് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് നടന്നിട്ടുണ്ട്, ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഒരു പ്രാവശ്യം ജിൻഡോനെ ഓൺ ചെയ്യുന്ന പോലെ ജാസ്മിനെ ഓൺ ചെയ്തിട്ടില്ല. ജാസ്മിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യരുത്, വളരെ ക്യൂട്ടായിട്ട് എടാ പോടാന്നൊന്നും വിളിക്കാതെ ഇരിക്കൂ കുട്ടി എന്നുള്ള രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് ജിൻഡോടുള്ള അപ്രോച്ചും ജാസ്മിനോടുള്ള ലാലേട്ടൻ്റെ അപ്രോച്ചും തമ്മിൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. സോ എനിക്ക് ഇയാളെ എന്തും പറയാം. ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചവരെ ഞാൻ ഇയാളെ ഇതായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോ എനിക്കത് എന്തും പറയാം. എനിക്ക് ബിഗ് ബോസ് എന്നെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടാണ് ജിൻഡോനെ എടുത്തിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജയിലിൽ വെച്ചിട്ടാണെങ്കിലും പല സിറ്റുവേഷനിലും ലൈക്ക് ഇപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാരൻസ് വന്നേ ഇപ്പം ഇത്രയും പ്രായമായ ഇത്രയും വലുതായ പെൺകുട്ടിക്ക് കറി കയ്യിലെടുത്ത് ഒഴിച്ച് നോക്കണം എന്നൊക്കെ, ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് ഓരോ സമയം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഒരാളോട് മര്യാദയായിട്ട് സംസാരിക്കുക, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. അപ്പം നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ തെറി പറയും, ഒച്ചപ്പാടുണ്ടാക്കും, ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കും. അത് ഇങ്ങോട്ടുള്ള സംസാരത്തിൻ്റെ ഭാവം അനുസരിച്ചിട്ടായിരിക്കും. അറിയാത്ത ഒരാൾ വന്നിട്ട് പെട്ടെന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ കേട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും കേട്ട് നിന്നിട്ട് അത് ഇഗ്നോർ ചെയ്യുന്ന ആളുകളുണ്ട്. അത് അവരുടെ മൈൻഡ് കപ്പാസിറ്റി. ഇവിടെ ജിൻഡോട് ജാസ്മിൻ കാണിക്കുന്ന ഈ റെസ്പെക്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ ഈ ഒരു റൂഡ്നെസ് അല്ലെങ്കിൽ താനൊക്കെ എന്തെന്നാടോ എന്നുള്ള രീതിയിലുള്ള സംസാരം കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിനെ എഴുതണം വെച്ച് കൊടുക്കുന്നത് ബിഗ് ബോസിന് ലാലേട്ടനാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.